ആവശ്യങ്ങൾ കഴിഞ്ഞ് ഇനി ഒരു ഉപയോഗവുമില്ലെന്ന് വിചാരിച്ച് വലിച്ചെറിഞ്ഞ ആ മാങ്ങാണ്ടിയാണ് പിന്നീട് വീട്ടുമുറ്റത്ത് ആയിരക്കണക്കിന് മാങ്ങ തരുന്ന മനോഹരമായ വൃക്ഷമായി നിൽക്കുന്നത്. നമ്മൾ വില കുറഞ്ഞവരായി കണ്ട പലരും ഇന്ന് എത്രയോ വിലയേറിയവരാണ്. മാത്രമല്ല, നമ്മെ വില കുറച്ച് കണ്ട പലരും ഇന്ന് നമ്മെ വിലയേറിയതായിട്ടും കാണുന്നില്ലേ? ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ അകത്ത് കിടക്കുന്ന ജീവനാണ്. ഈ മാങ്ങാണ്ടിക്ക് അകത്തൊരു ജീവനുണ്ട്. അതിനെ വലിച്ചെറിഞ്ഞ് മണ്ണിൽ വീണാൽ, മണ്ണിൽ പുതഞ്ഞാൽ, മഴയും വെയിലും മാറി മാറി വരുന്നതിനനുസരിച്ച് അതിൻ്റെ ജീവൻ പുറത്തു വരും. അതിൻ്റെ വേരുകൾ കീഴോട്ടും അതിൻ്റെ നാമ്പുകൾ മുകളിലോട്ടും, പിന്നത്തേതിൽ അതിൻ്റെ കൊമ്പുകൾ എല്ലാം പുറത്തു വരും. ഒറ്റപ്പെടലുകളും തള്ളപ്പെടലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി ദൈവം മാറ്റി. ഒരിക്കലും ഒരാൾ പറഞ്ഞു, ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാകുമ്പോഴാണ് വിജയം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ പഠിക്കുന്നത്. ഒറ്റയ്ക്കാണെന്നുള്ളൊരു ബോധ്യം നിങ്ങളെ ശക്തരാക്കി മാറ്റും. അല്ലെങ്കിലോ ചാരി നിൽക്കാൻ ഒരു മതിലുണ്ടെന്ന് കരുതിയാൽ നേരെ നിൽക്കാൻ പഠിക്കും. ബസ് സ്റ്റോപ്പിലൊക്കെ പലരും ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ ചാരി നിൽക്കാനൊരു മതിലുണ്ടെങ്കിലോ ഒരു കാലെടുത്ത് അവിടെ വെച്ച് ചാരി അവിടെ നിൽക്കും. ഇപ്പോഴാണെങ്കിലും മൊബൈലും നോക്കി നിൽക്കാം. ബസ് വരും വരെ, ബസ് ലേറ്റ് ആയാൽ ചാരി നിൽക്കുന്ന കാണാം പലരും. ഞാനൊക്കെ അങ്ങനെ നിന്ന ആൾക്കാരാ. എന്നാൽ ആ ബസ് സ്റ്റോപ്പിൽ ഒന്നുമില്ല, ബസ് സ്റ്റോപ്പ് പോലുമില്ല, ഒരു ബോർഡ് പോലുമില്ല, ചാരി നിൽക്കാൻ ഒന്നുമില്ല. അവിടെ നേരെ നിന്നു. ഇരിക്കാനൊരു സ്ഥലമില്ല, നേരെ നിന്നു. അപ്പോൾ നമുക്കൊരു ചാരില്ലെങ്കിൽ നേരെ നിൽക്കാൻ പഠിക്കും. നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത നമ്മെ ധൈര്യമുള്ളവരാക്കി മാറ്റും. നമുക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള ചിന്തയാണ് നമ്മെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കാരുമില്ല എന്നൊരു വാക്ക് ഇനി ആരും പറയരുത്. ഒരിക്കലും ഒരാൾ പറഞ്ഞു, എനിക്ക് ഞാനുള്ള കാലത്തോളം ഞാൻ ആരെയും പേടിക്കൂല്ലെന്ന്. എനിക്ക് ഞാനുണ്ടല്ലോ, ഞാനെന്തിനാണ് ഒറ്റയ്ക്കാണെന്ന് പറയുന്നത്? അതൊരു നല്ല ധൈര്യമാണ്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഞാൻ നല്ല ചിന്തകൾ നിങ്ങൾക്ക് തരുന്നത് ധൈര്യപ്പെടാനാണ്. കർത്താവിൻ്റെ വചനം കേട്ട് ധൈര്യപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഏകാന്തതകളെയെല്ലാം പത്മോസിൽ യോഹന്നാൻ അതിനെ വെളിപ്പാടാക്കി മാറ്റിയതുപോലെ നമ്മുടെ ഏകാന്തതകളെല്ലാം നമുക്ക് അത്ഭുതങ്ങളാക്കി, ദൈവപ്രവൃത്തിയാക്കി, പുതിയ ചരിത്രമാക്കി മാറ്റാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ്. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം അല്ലെങ്കിൽ പണം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരേണം എന്ന് പറഞ്ഞു. ശിമോന് മനസ്സിലായി, പരിശുദ്ധാത്മാഭിഷേകം വളരെ വിലയേറിയതാണെന്ന് മനസ്സിലായി. കാരണം യെരുശലേം സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരാൾ വന്നതാണ് ആ പട്ടണത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നത്. അത്ഭുതത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കുകയായിരുന്നു ഈ ശിമോൻ. അവൻ വലിയ മന്ത്രവാദിയായിരുന്നു. ഏറിയ കാലം ശമരിയ ജനത്തെ പേടിപ്പിച്ചിരുന്നു മന്ത്രവാദങ്ങൾ കൊണ്ട്. എന്നാൽ ഫിലിപ്പോസിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് സ്നാനപ്പെട്ട് പേടിച്ച് ഫിലിപ്പോസിൻ്റെ കൂടെ കൂടിയൊക്കെയാണ്. ആ സമയത്താണ് യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ പത്രോസ് യോഹന്നാനും വന്ന് ആരുടെ മേൽ കൈവെക്കുന്നുവോ അവരെല്ലാം ഫിലിപ്പോസ് അന്യഭാഷ പറയുന്നത് പോലെ അവരും പറയുന്നു, ഫിലിപ്പോസ് പ്രവചിക്കുന്ന പോലെ അവരും പ്രവചിക്കുന്നു. എന്നാൽ ശീമോന് മാത്രം ഈ ആത്മാവിനെ കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ അവൻ ദ്രവ്യം കൊണ്ടുവന്നത്.
എനിക്കും ഇതുപോലൊരു അധികാരം വേണം. ശിമോന് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലെന്ന് എങ്ങനെ അറിയാം? ശിമോന്റെ മേലെ പത്രോസ് യോഹന്നാനും കൈവച്ച് കാണില്ല. കാരണം അവനെ ഇരിപ്പ് കാണുമ്പോൾ കൈവെക്കാൻ തോന്നില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ, ചില പ്രാർത്ഥനയ്ക്കൊക്കെ ഈ അഹങ്കാരത്തോടെ അവിശ്വാസത്തോടെ ഒക്കെ ഇരിക്കുന്നവരെ കണ്ടാൽ അവരെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ തോന്നത്തേയില്ല. എന്നാൽ ചിലരുടെ മേൽ കൈവെക്കാൻ നമുക്ക് തന്നെ ഒരു ഉത്സാഹമാണ്. കാരണം അവരുടെ മേൽ കൈവച്ചാൽ അതിന് റിസൾട്ട് ഉണ്ട്. ഞാൻ എത്രയോ ഇടത്ത് കണ്ടിരിക്കുന്നു. ചിലരെ ഒന്ന് തൊടേണ്ട ആവശ്യമില്ല, ഉടനെ അഭിഷേകം പ്രാപിക്കും. ചിലരെ എത്ര പ്രാർത്ഥിച്ചാലും, തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞാലും ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കില്ല. ഈ ലിസ്റ്റിൽ പെട്ടവനാണ് ഈ ശിമയോൻ. ശിമയോൻ ഇപ്പോൾ അവൻ അഭിഷേകം വേണമെന്നൊന്നുമില്ല. ഇവൻ കൈവച്ചാൽ എല്ലാവർക്കും അഭിഷേകം കിട്ടണം. എന്തുകൊണ്ട്? ഫിലിപ്പോസിന്റെ അടുക്കൽ ഇവൻ പൈസയും കൊണ്ട് പോയില്ല. ഞാൻ കൈവെക്കുമ്പോൾ ഭൂതം പോകണം, ഞാൻ കൈവെക്കുമ്പോൾ തളർവാദ രോഗികൾ ചാടി എഴുന്നേൽക്കണം. ഫിലിപ്പോസിന്റെ അടുത്തത് ചോദിച്ചില്ല. മനസ്സിലായി അതിനേക്കാൾ വലിയ കാര്യമാണ് അപ്പോസ്തലന്മാർ പത്രോസ് യോഹന്നാനും വന്ന് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നാൽ ആ വ്യക്തി മാറി പുതിയൊരാളായി മാറുമെന്നും ശിമോൻ നേരെ കാണുകയാണ്. ഇതാ ഇപ്പോൾ ശമര്യ പട്ടണത്തിൽ 10,000 പേരുടെ മേൽ പത്രോസ് യോഹന്നാനും കൈവച്ചെങ്കിൽ 10,000 ഫിലിപ്പോസുമാരാണ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു ഫിലിപ്പോസിലൂടെ നടക്കുന്നത് 10,000 പേരിലൂടെ നടക്കുന്നു. അത്രയും പ്രാധാന്യമേറിയ ഒരു അഭിഷേകമാണ് ഈ പറയപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം. അത് ഒരു വ്യക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നും അസാധ്യമല്ല. ഞാൻ പറഞ്ഞിട്ടില്ല, എഫെസോസ് പട്ടണത്തിൽ വെറും 12 പേരെ കണ്ടപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആത്മനിറവിലാണോ? ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണോ? ആത്മാവ് നിറഞ്ഞവരായി നിൽക്കണമെന്ന്. സ്തെഫാനോസ് ആത്മപൂർണനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയെന്ന്. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുക, മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ ഓവർഫ്ലോ ആയിട്ട് നിൽക്കുക. ഒരഴുക്ക് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ലോകം നമ്മുടെ അകത്ത് കയറുന്നില്ല. ഒരു തെറ്റിലേക്ക് പോകാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോ. പൗലോസ് ആത്മപൂർണനായി ആ വിദ്വാനെ, ആ മന്ത്രവാദിയെ ഉറ്റുനോക്കിയെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പറയുന്നു. ഒരു വലിയ മന്ത്രവാദി, അവൻ ആ ദേശത്തെ ഒരു ദേശാധിപതിയുടെ വിശ്വാസം തടുക്കാൻ അതിനെതിരെ, വചനത്തിനെതിരെ പറയുകയാണ്. ഉടനെ ആത്മനിറവുള്ളവനായി പൗലോസ് അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, സാത്താന്റെ മകനെ, കർത്താവിൻ്റെ വഴികളെ മറിച്ച് കളയുന്ന നിനക്ക് നീ മതിയാക്കിയില്ല. ഇപ്പോൾ തന്നെ ഒരു ഇരുട്ട് നിന്റെ മേൽ വീഴും, നീ തപ്പിത്തടഞ്ഞ് നടക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ കാഴ്ച കണ്ട് പേടിച്ച് ആ മഹാനായ മനുഷ്യൻ, ദേശാധിപതി, വിശ്വാസത്തിലേക്ക് വന്നു. മനുഷ്യരുടെ മേൽ, ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ ഇത് കേൾക്കുമ്പോൾ, അങ്ങനെ ഒരാളെ ഞങ്ങളുടെ ചർച്ചിൽ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ, അങ്ങനെ 5-6 പേരെയൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്ന് പറയാതെ, അങ്ങനെ ഒരാളുടെ കോൺഫറൻസിന് ഞാൻ ഉടനെ പോകുന്നുണ്ടെന്ന് പറയാതെ, ആ വ്യക്തി നിങ്ങളാണെന്ന് നിങ്ങളെക്കുറിച്ചൊന്ന് പറയാനായിട്ട് ഒന്ന് പറഞ്ഞു തുടങ്ങുക. ആ വ്യക്തി ഞാനാണ്, ആത്മപൂർണനായ വ്യക്തി ഞാനാണ്. ആത്മനിറവിൽ ജീവിക്കുവാൻ ദൈവം എന്നെ വിളിച്ചതാണ്. ഇതാ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അപ്പോസ്തലന്മാർ യെരൂശലേമിൽ നിന്ന് വന്ന് ശമര്യക്കാരുടെ മേൽ കൈവെക്കുന്നു. ശമര്യക്കാർ അഭിഷേകം പ്രാപിക്കുന്നു. ഇപ്പോൾ ശിമോനെ
ഒത്തിരി പൈസയുണ്ട്, നാട്ടുകാരെ കളിപ്പിച്ച കാശ് മുഴുവൻ കയ്യിലാണ്. ഈ കാശിങ്ങനെ ഇറക്കുകയാണ്. ചതിച്ചു വാങ്ങിയ പണമൊക്കെ കയ്യിൽ കുറേയുണ്ട്, നാട്ടുകാരെ പേടിപ്പിച്ചുണ്ടാക്കിയ പൈസ. അതിൽ നിന്ന് ധാരാളം പണവുമായിട്ട് ഒരു ദിവസം വന്നിട്ട്, ഈ അധികാരം എനിക്കും തരണം, പൈസ എത്ര വേണമെങ്കിലും തരാം. ഉടനെ പത്രോസ് അതിന് പറഞ്ഞത് 20-ാമത്തെ വാക്യമാണ്. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങാനുള്ളതല്ല, അത് ഫ്രീ ആണ്. ദൈവത്തിൻ്റെ ദാനത്തെ നാം പൈസ കൊടുത്താൽ അതിൻ്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ വിലമതിക്കാൻ കഴിയാത്തതാണ്. പരിശുദ്ധാത്മാവിനെ വിലമതിക്കാൻ കഴിയില്ല. അത് പത്രോസിന് കൊടുക്കാൻ കഴിയുന്നതുമല്ല. ആരെങ്കിലും പൈസ തരുമ്പോൾ കൊടുക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ ദിവസം വിശ്വാസത്തിലല്ലാത്ത ഒരു ഫാമിലി, നമ്മുടെ ഈ ജീസസ് എവരിഡേ കാണാൻ തുടങ്ങി. അപ്പം അവരെ ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ, എനിക്കവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിയില്ല, കാരണം എൻ്റെ ഭർത്താവൊക്കെ അതിനെതിരാ. അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, അതുകൊണ്ട് ഞാൻ ദൂരെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകും. കഴിഞ്ഞ ദിവസം എൻ്റെ മോനും ഞാനും കൂടി ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു വലിയ ബന്ധനമുണ്ട്, ഈ മോന് ഭയങ്കര ബന്ധനമുണ്ട്, ഈ ബന്ധനം മാറാൻ 15,000 രൂപ തന്നാൽ മതി. അത് നടക്കണ കാര്യമാണോ? ബന്ധനം മാറ്റുന്ന കർത്താവാണ്. ദൈവത്തിൻ്റെ കൃപകളെ പണത്തിന് വിൽക്കുന്ന ആൾക്കാര് ശുശ്രൂഷകരിലുണ്ട്, സഭയിലുണ്ട്. ഇത് പണം കൊണ്ട് കിട്ടുന്നതല്ല, ഇത് സൗജന്യമാണ്. ഇത് പണത്തിന് വാങ്ങാമെന്ന് ചിന്തിച്ചാൽ ആ പണവും നശിക്കും, ആ ചിന്തിക്കുന്ന വ്യക്തിയും നശിക്കുമെന്ന് ഇവിടെ നമുക്ക് കാണാം. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കുന്നുവോ? നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ പണവും നശിക്കും, നീയും നശിക്കും. പുതിയ നിയമത്തിൽ ന്യായപ്രമാണത്തേക്കാൾ കട്ടിയേറിയ ചില സംഭവങ്ങളുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. നിന്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ. കാരണം നിന്റെ മനോഭാവം അല്ലാത്തതുകൊണ്ട് നീ നശിക്കാൻ പോവുകയാണ്. അതുപോലെ നിന്റെ പണവും നശിക്കും. ദൈവത്തിൻ്റെ ദാനം ഭൂലോകത്തേക്കാൾ വിലയേറിയ രക്ഷ, അതിന് പണം മുടക്കാൻ പറ്റുമോ? ഇല്ല. രക്ഷയ്ക്ക് ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. പരിശുദ്ധാത്മാ ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്, വിലമതിക്കാൻ കഴിയാത്തതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. പണം കൊണ്ട്, ശിമോനെ, പരിശുദ്ധാത്മാവിന് നീ ഈ ശുശ്രൂഷക്ക് നീ എത്ര രൂപ തരും? അവൻ വേണമെങ്കിൽ പറയൂ, 2 കോടി രൂപ തരാം. ഈ ഭൂമിയെ മുഴുവനും, ഭൂമിയിലുള്ള സമ്പത്ത് മുഴുവൻ കൊടുത്താലും പരിശുദ്ധാത്മാവിനെ ലഭിക്കില്ല. പരിശുദ്ധാത്മാവ് ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ വില കൊടുത്ത് വാങ്ങാൻ ആരും ശ്രമിക്കരുത്. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിനെന്ന കർത്താവ് പറഞ്ഞത്. ശിഷ്യന്മാർക്ക് ദൈവം സൗജന്യമായി തന്നത്. ജീസസ് എവരിഡേ സൗജന്യമാണ്. ഇത് ഓരോ ദിവസം കാണുന്നതിന് മന്ത്ലി വരിക്കാരൊന്നുമല്ല. നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ പറയും, ഇവിടെ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, നിർബന്ധമൊന്നുമില്ല. നിങ്ങളൊന്നും തരണമെന്നൊന്നും വലിയ നിർബന്ധമില്ല. നിങ്ങൾ തന്നില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ദൈവം ഒരു വഴി തുറക്കും. ഇതിന് പ്രത്യേകം പൈസ ലിമിറ്റ് ഒന്നുമില്ല. പരിശുദ്ധാത്മ എന്ന ഈ വിലയേറിയ ദാനത്തെ പണം കൊണ്ട് അളക്കാൻ നോക്കരുത്. പണക്കാരിയാണ്, പണക്കാരനാണെന്ന് കാണിച്ചാൽ
പരിശുദ്ധാത്മാവ് അവിടെ ചലിക്കില്ല. എന്നാൽ പാഴും ശൂന്യമായ ഭൂമിയിൽ അവിടെ പരിശുദ്ധാത്മാവ് ചലിക്കും. നേരോടെ നടക്കുന്നവർക്ക് അവിടെ പരിശുദ്ധാത്മാവിന്റെ ചലനം കാണാം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അവിടെ പരിശുദ്ധാത്മാവ് ചലിക്കും. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെയും മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. മരിച്ച് നിർജീവമായി ആര് സഹായിക്കാനില്ലാത്തപ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ പുറത്തെടുക്കും. പരിശുദ്ധാത്മാവിൽ അധികമായിട്ട് നിറയാനും ഈ ലഹരിയെ കൂടുതൽ പ്രാപിപ്പാനും ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും ദൈവശക്തിയെ കർത്താവ് നൽകി തരാൻ യേശു കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ഇത് വിലക്ക് വാങ്ങാൻ പറ്റാത്ത വിലയേറിയതാണ് എന്ന ബോധ്യത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിപ്പാൻ താല്പര്യമുള്ളവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് വിലമതിക്കാൻ കഴിയാത്ത ദാനമായ പരിശുദ്ധാത്മാവിനെ തന്നവനെ, ഈ വിലപ്പെട്ട അഭിഷേകത്തെ വളരെ വിലയോടെ കാണാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു മുന്നോട്ട് പോകാനും ഞങ്ങളെ സമർപ്പിക്കും. രോഗികൾ ഇപ്പോൾ സൗഖ്യമാണ്. ബന്ധനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ. ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ ആത്മനദി ഒഴുകുവാൻ ഇവരെ ഉപയോഗിക്കാം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ബലപ്പെടാം. കൃപ കൊണ്ട് നിറയുന്ന ദിവസങ്ങളായിരിക്കും തുറന്നുള്ള ദിവസങ്ങളിൽ. നമുക്ക് കർത്താവിൽ കൂടുതൽ സന്തോഷിക്കുവാൻ യേശു കർത്താവ് കൃപ തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അതു തന്നെ നിത്യം കാംക്ഷിക്കുന്നു. ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അതു തന്നെ നിത്യം കാംക്ഷിക്കുന്നു. നിൻ മനോഹരത്വം കാണാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖശോഭ കാണാൻ യേശുവേ. നിൻ മനോഹരത്വം കാണാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖശോഭ കാണാൻ യേശുവേ, യേശുവേ. യേശുവേ, യേശുവേ, യേശുവേ. സൂര്യനിലും തേജസ്സായോനേ, തേനിലും മധുരമായോനേ, മലകളിലും ഉയരമായോനേ, സമുദ്രത്തിലും ആഴമായോനേ. യേശുവിന്റെ സൗന്ദര്യത്തെ ഒന്ന് വർണ്ണിച്ചാട്ടെ. സൂര്യനിലും തേജസ്സായോനേ, തേനിലും മധുരമായോനേ, മലകളിലും ഉയരമായോനേ, സമുദ്രത്തിലും ആഴമായോനേ.
ഹൃദയത്തിൻ ഗീതമായോനേ, ആത്മാവിൻ അനുഭവമേ, യേശു കണ്ണുകൾ കഴകായോനേ, കാതുകൾ കിംബമായോനേ, ഹൃദയത്തിൻ ഗീതമായോനേ, ആത്മാവിൻ അനുഭവമേ, യേശുവേ, 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 യേശുവേ. ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അതു തന്നെ നിത്യം കാംക്ഷിക്കുന്നു. ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അതു തന്നെ നിത്യം ഒരു കാര്യം മാത്രം, ഒരു കാര്യം മാത്രം ഞാൻ